മനുഷ്യന്റെ മനസ്സ് വളരെ വൈകൃതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? നല്ല നിയമ സംഹിതകളും എല്ലാ നിയമ സംവിധാനങ്ങളും നമുക്കുണ്ടായിരിക്കുക തന്നെ. എല്ലാ നിയമങ്ങളും അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ മനുഷ്യൻ വീണ്ടും 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 ഇത്രമാത്രം അക്രമപരമായ രീതിയിൽ മനുഷ്യൻ ചെയ്തു കൊള്ളുന്നതിന്റെ കാരണം എന്താണ്? യാതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത അക്രൂരമായ ഓരോ ദിവസവും 2025 വർഷം നമ്മളെ എതിരേറ്റത് തന്നെ ഞെട്ടിക്കുന്ന അനവധി വാർത്തകൾ കൊണ്ട് തന്നെയാണ്. മക്കളെ നിഷ്കരണം കൊലപ്പെടുത്തുന്ന മാതാപിതാക്കളെ ഒരു ദയയും കൂടാതെ ക്രൂരമായി, വളരെ നിന്ദ്യമായി, പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന മക്കൾ, മദ്യവും മയക്കുമരുന്നും മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് നിൽക്കുന്ന യുവതലമുറകൾ, എന്തിനും ഏതിനും മടിയില്ലാത്ത രീതിയിൽ മനുഷ്യന്റെ മനസ്സ് വൈകൃതമാകുന്ന കാര്യങ്ങൾ നാം കാണുന്നു. എവിടെ നോക്കിയാലും സമാധാനമില്ല, സന്തോഷമില്ല, ആശ്വസിക്കുവാൻ കരുതുന്ന യാതൊരു മേഖലകളും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നല്ലൊരു ജീവിതം വളരെ പ്രതീക്ഷയോടെ, വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് വരവേൽക്കുന്നത് ചിരിച്ചുകൊണ്ട് തന്നെ നാം എതിരേൽക്കുന്ന ജീവിതമാണ്. പക്ഷേ ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ, നമ്മൾ ജനനം എന്ന 3 അക്ഷരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന നാം വളരെ പ്രതീക്ഷയോടെ, വളരെ സന്തോഷത്തോടെ ഭാവിയെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നു. എന്നാൽ ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന നിരവധി വാർത്തകൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന പ്രയാസകരമായ ജീവിതങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സ്നേഹിത, മരണം എന്ന 3 അക്ഷരം ഏത് പ്രാഗൽഭ്യമുള്ള മനുഷ്യനെയും, ഏത് ഉന്നതനായ മനുഷ്യനെയും, എത്ര വിദ്യാസമ്പന്നനായ മനുഷ്യനെയും, അവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഏവനെയും മരണം എന്ന 3 അക്ഷരം മാടി വിളിക്കുന്ന ഒരു സുദിനം അത് ആസന്നമായിരിക്കുകയാണ്. നമുക്ക് ഉറപ്പ് പറയുവാൻ കഴിയത്തില്ല. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്കുണ്ടോ എന്ന് ഉറപ്പ് പറയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രമാത്രം അപകടങ്ങൾ, അനർത്ഥങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുന്നു. നൊടി നേരത്തേക്കാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ളത്. എന്നിട്ടും മനുഷ്യൻ അഹങ്കരിക്കുകയാണ്, എല്ലാം വാരിക്കൂട്ടുകയാണ്. എന്തിനു വേണ്ടി? എല്ലാം ഉപേക്ഷിച്ച് ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് മരണവഴി നാം എല്ലാവരും മാറ്റപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും. എന്നാൽ പ്രിയ സ്നേഹിത, മരണത്തിന് മുൻപ് ഭൂമിയിൽ ഈ ജീവനോട് ശേഷിക്കുമ്പോൾ നാം ഓർക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ നേടിക്കൂട്ടിയതും നാം ആശിച്ചതും നടന്നു പോയതൊന്നും വെറും വ്യർത്ഥമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം സമീപമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന് ശേഷവും നമുക്കൊരു ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിച്ച് ചെയ്തു പോകുന്നതിനെല്ലാം ശേഷം മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്. അതാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം ഈ ജീവിതത്തിൽ നേടിക്കൂട്ടിയത് എന്താണ്? നാം എന്തൊക്കെ നേടി? വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നത്. ഈ ലോകത്തിലുള്ള സകലതും നാം വാരിക്കൂട്ടി സകലതും നേടിയെന്ന് അഹങ്കരിക്കുമ്പോഴും മരണത്തിന് ശേഷമുള്ള തന്റെ ആത്മാവ്, മനുഷ്യന്റെ ഉള്ളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, അല്പമാത്രമുള്ള നൊടിനേരമുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. അത് മരണത്തിന് ശേഷം 2 തലത്തിൽ, ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നു. നരകത്തിലേക്ക് പോകാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കില്ല. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് എത്തപ്പെടണമെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടാണ് നമുക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത്. സ്വർഗമോ നരകമോ എന്നുള്ളത് നമ്മുടെ ഭൂമിയിലെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചിരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് എത്തിക്കുകയില്ല. നാം ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമുക്ക് മരണാനന്തര ജീവിതത്തിലേക്കും പ്രവേശിക്കുവാൻ കഴിയുന്നത്. അതിന് നാം എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ലഘുവായ ഈ ഭൂമിയിലെ ലഘുവായ ജീവിതം നമുക്ക് അല്പം കഷ്ടമായി തോന്നാം. എന്നാൽ ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം നരകയാതനയിലേക്ക് നാം പോകുവാനല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം പോകേണ്ടുന്ന വഴി ഏതെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുമ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ജീവനോടെ ശേഷിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ, യേശു തന്നെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത്. നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ.
ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, മതം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ രൂപം കൊടുത്തതാണ്. ഒരു അന്വേഷണമാണ്, ദൈവത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ്. ഇന്നും മനുഷ്യൻ ദൈവത്തിലേക്ക് ചേരുവാൻ, ദൈവത്തിലേക്ക് എത്തപ്പെടുവാൻ പല മതങ്ങളിലൂടെ, പല മാർഗങ്ങളിലൂടെ മനുഷ്യൻ യാത്ര ചെയ്യുക. എന്നാൽ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ, ശാശ്വതമായ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുകയില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു വഴി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിന്റെ മനുഷ്യനോടുള്ള സ്നേഹത്താൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് വേണ്ടി മനുഷ്യനായി പിറന്ന് മനുഷ്യനോടൊപ്പം ജീവിച്ച് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി, ശാശ്വതപരമായി ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച് മനുഷ്യനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമെന്നും മനുഷ്യന് വേണ്ടി തന്നെ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മരണത്തിന് ശേഷം ഉയർത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി ജീവിക്കുവാൻ വന്ന, മരണത്തിലൂടെ തന്റെ ജീവിതം മനുഷ്യന് വേണ്ടി സമർപ്പിച്ച വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും, ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന സകല നീച പ്രവൃത്തികൾക്കും അരാജകത്വത്തിനും എത്രമാത്രം നിയമങ്ങളിട്ട് നമ്മൾ പൂട്ടിയാലും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പാപത്തിന്റെ അനുഭവം മാറുകയില്ല. പാപിയായ മനുഷ്യനാണ് ഇത്രമാത്രം ക്രൂരമായ പ്രവൃത്തികൾ, നിഷ്ഠൂരമായ പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത്. ഇതിന് വിമോചനം നേടാൻ തരുന്ന ഈ പാപത്തിന്റെ അവസ്ഥയ്ക്ക് മനുഷ്യന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന പാപകരമായ ജീവിതത്തിന് വിമോചനം തരാൻ കഴിയുന്ന ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിലൊരു രാഷ്ട്രീയ നേതാവിനോ, ഈ ലോകത്തിലെ ഒരു തത്വജ്ഞാനിക്കോ, ഒരു നയതന്ത്രജ്ഞനോ, ഒരു സിദ്ധാന്തങ്ങൾക്കോ മനുഷ്യന്റെ ഉള്ളിലെ പാപത്തിന്, മനുഷ്യന്റെ മനസ്സിന്റെ ക്രൂരമായ സ്വഭാവത്തിന് കൂച്ചുവിലങ്ങിടാനോ അതിനെ നിയന്ത്രിക്കുവാനോ ഒന്നും കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ പിറന്ന, എപ്രകാരം ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, യുഗങ്ങൾക്ക് മുൻപ് തന്നെ യേശു ഈ ഭൂമിയിൽ ജനിക്കുമെന്നുള്ളത് നിഷ്ഠമായി, വളരെ കൃത്യമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ പാപത്തിന്റെ വിമോചകനായ ഏത് വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്ന ഈ ഭൂമിയിൽ നിന്ന് നടമാടുന്ന പാപവ്യവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് സുവിശേഷം എത്രമാത്രം അതിനെ നിരോധിക്കുവാൻ, സുവിശേഷത്തെ കൂച്ചുവിലങ്ങിടുവാൻ അന്നും ഇന്നും അനേകർ ഇതിന് മുൻപിൽ ഇറങ്ങിയിട്ടുണ്ട്. അനേകരെ കൊന്നു വീഴ്ത്തുവാൻ, സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നവരെ ഇല്ലാതാക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്നും 5 വൻകരകളിലും മാറി മാറി പ്രസംഗിക്കപ്പെടുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ്. കാരണം സുവിശേഷം അന്നും ഇന്നും കാതലായ സത്യം മാത്രമാണ്. മനുഷ്യന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ്. മനുഷ്യന്റെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന സത്യ സന്ദേശമാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ടവരെ, മരണമെന്ന 3 അക്ഷരം ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ നാളെ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഇതാണ് സുപ്രധാന നിമിഷം, രക്ഷാകാലം ഇന്നാണ്. ഈ ഒരു നിമിഷം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിന്റെ അസമാധാനത്തിന്റെ, നിരാശ നിറഞ്ഞ ജീവിതത്തെ, തകർന്നുപോയ മനുഷ്യനെ, സമാധാനമില്ലാത്ത മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുക. സമാധാനമില്ലാത്തവരോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. മനസ്സ് തകർന്നവരെ, നിരാശയിൽപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യാനിരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സമാധാനം തരുന്ന ഏത് വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് പറയുന്നു, ലോകം തരുന്ന സമാധാനമല്ല, ഈ ലോകത്തിന്റെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി, ഈ ലോകത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്ന യാതൊരു സംവിധാനങ്ങളും നിങ്ങൾക്ക് സുഖം തരികയില്ല, സമാധാനം തരികയില്ല. മാത്രമല്ല, ഈ സുഖവും സന്തോഷവും തേടിപ്പോയവർ വളരെ അധപതനത്തിലേക്ക് പോയവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നു. എന്നാൽ സമാധാനം തരുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ആശ്വാസം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം തരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിൽ, നഷ്ടപ്പെട്ടു പോകുന്ന സുഖ സൗകര്യങ്ങളെ വെടിഞ്ഞു
കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കണമോ, സമാധാനപരമായ ഒരു ജീവിതം നയിക്കണമോ എങ്കിൽ യേശുവിൽ വിശ്വസിക്കുക. ഞങ്ങൾ പറയുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകളെ ചുരുങ്ങുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.